എറണാകുളം തൃക്കാക്കരയിലെ NCC ക്യാമ്പ് തുടരാൻ സാധ്യത. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരവും കുട്ടികൾ എത്രത്തോളം ഉണ്ട് എന്നും പരിശോധിച്ചാകും തീരുമാനം. ഭക്ഷണത്തിൽ നിന്നുള്ള പ്രശ്നമാണോ എന്നത് അന്വേഷിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുമെന്ന് NCC ഡയറക്ടർ കേണൽ ആസാദ് അറിയിച്ചു. 600ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത തൃക്കാക്കര KMM കോളേജിൽ നടന്ന ക്യാമ്പിലാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഇന്നലെ വൈകിട്ടൊരു 7 മണിയോടുകൂടി ഒരു 16 കുട്ടികൾ സുഖമില്ല, ഛർദിക്കാൻ വരവൊക്കെ ആയിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഒരു 10 മണിയോടുകൂടി ഒരു 60 കുട്ടികളോളം ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്തു. ഓക്കെ, അവർക്ക് അവിടെ ഡ്രിപ്പും അത്യാവശ്യം മെഡിസിനും ഒക്കെ കൊടുത്ത് അവരെ ഒരു 12 മണി 1 മണി രാത്രിയോടുകൂടി എല്ലാവരും ക്യാമ്പിൽ തിരിച്ചു പോകുന്നു. പച്ചയുടെ കൊടുത്ത്. അപ്പോൾ ഫുഡിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അതിന് എൻക്വയറി ചെയ്യുന്നുണ്ട്. ഫോർ സാമ്പിൾസ് ആസ് പെർ പ്രൊസീജിയർ നമ്മൾ പ്രിസർവ് ചെയ്യുന്നതാണ്. സീൽ ചെയ്ത് ഉണ്ട് അവിടെ. ആരോഗ്യവകുപ്പ് അതിന്റെ സാമ്പിളൊക്കെ ശേഖരിച്ച് പോയിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ക്യാമ്പ് ഇന്ന് അത് കൂടുതൽ കുട്ടികളെ പേരൻസ് ഇന്നലെ രാത്രി വന്ന് കൊണ്ടുപോയി. നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ ഇതിന്റെ എന്താണ് അഡ്വൈസും ബാക്കി കുട്ടികൾ എത്രയുണ്ടെന്നുള്ളതും കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് അതിലൊരു തീരുമാനം എടുക്കാൻ. പക്ഷേ ഇനി കുട്ടികൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞു. ഒരു കേഡറ്റിനെയും തല്ലാനോ മാനുവലായിട്ട് എന്തെങ്കിലും ഇത് ചെയ്യാനോ ഉള്ള വകുപ്പില്ല. അങ്ങനെ ആരും ചെയ്യുകയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപടി കൃത്യമായിട്ട് എടുത്തിരിക്കും. അങ്ങനെ ആരും ചെയ്തതായിട്ട് എനിക്കറിവില്ല ഇതുവരെ. വിഷ്ണു കൂടുതൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഏതായാലും എത്ര കുട്ടികൾ ഇനി തുടരും എന്നതിനെ അടിസ്ഥാനമാക്കി ആയിരിക്കും ഈ ക്യാമ്പ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് ആലോചിക്കുക, തീരുമാനമെടുക്കുക, അല്ലേ? മോദി, തീർച്ചയായും ഇപ്പോൾ നിലവിൽ ഇന്നലെ അഡ്മിറ്റായ ഹോസ്പിറ്റലിൽ പ്രവേശിച്ച കുട്ടികളിൽ ഭൂരിഭാഗം പേരും ഹോസ്പിറ്റൽ വിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഹോസ്പിറ്റലിൽ പോയ കുട്ടികളെയാണ് ഇന്ന് രാവിലെ മാതാപിതാക്കളടക്കം എത്തി കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ കുട്ടികൾ മാത്രമാണ് ഇവിടെ വിട്ട് പോയിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ നമുക്ക് ഈ NCC ഡയറക്ടറും പ്രതികരിച്ചത്. അപ്പോൾ മറ്റു കുട്ടികൾ ഇവിടെ നിൽക്കുന്നതിനാൽ തന്നെ നമുക്കറിയാം ഇത് NCCയുടെ ഒരു വാർഷിക ക്യാമ്പാണ്. അപ്പോൾ ഇത് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അത് വയ്ക്കുന്നത് സംബന്ധിച്ചും അവരുടെ ഒരു കലണ്ടറിലടക്കം ഇത് മൊത്തത്തിൽ ഒരു ബാധിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒഴിവാക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അതിനാൽ തന്നെ അവർ ക്യാമ്പ് തുടരാനുള്ള ഒരു സാധ്യതയും അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും ആരോഗ്യവകുപ്പിന്റെ അടക്കമുള്ള നിർദ്ദേശങ്ങൾ പാലിച്ച ശേഷം, അവർ പറയുന്ന നിർദ്ദേശങ്ങൾ അടക്കം പാലിച്ചതിന് ശേഷം മാത്രമാകും ഈ ക്യാമ്പ് തുടരണോ വേണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ഏതായാലും അതിനായിട്ട് ഇന്ന് ഉച്ചയോടെ ഏകദേശം അത് പുറത്തു വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ഇന്നലെ ഇവിടെ ഭക്ഷണത്തിൽ നിന്നാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നടക്കമാണ് കുട്ടികൾ ആരോപിച്ചത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇതിൽ ഒരു അന്വേഷണം നടക്കും. ആരോഗ്യ വിഭാഗം അടക്കം ഇതിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ റിസൾട്ട് വരുന്നത് അനുസരിച്ചായിരിക്കും മറ്റുള്ള നടപടികൾ ഉണ്ടാവുക. ഏതായാലും ഇതിനെപ്പറ്റി അന്വേഷിക്കാനായി NCCയുടെ തന്നെ ഒരു ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കും. പ്രത്യേക ഒരു സമിതി രൂപീകരിച്ച് അവരും ഒരു അന്വേഷണം ഇതിനോടൊപ്പം തന്നെ നടത്തും. അതിനുശേഷമാകും ഇത് എന്താണെന്നതിൽ ഒരു വ്യക്തത വരുള്ളൂ. ഏതായാലും നിലവിൽ പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച ഈ ഭക്ഷണത്തിന്റെ നിന്നാണോ വന്നത് എന്ന് സംബന്ധിച്ചതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് പോലീസ് ഇതിൽ ഒരു അന്വേഷണം ആരംഭിച്ചു.